أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. صدق الله العظيم. وقولوا للناس حسنا. നിങ്ങൾ ജനങ്ങളോട് നല്ലത് മാത്രം പറയുക. നല്ല വാക്ക് പറയുക എന്നത് വലിയൊരു തൗഫീഖാണ്. പല ആളുകൾക്കും കിട്ടാത്ത വലിയൊരു ഗുണമാണത്. ചില ആളുകൾ നല്ല ഷർട്ടായിരിക്കും, നല്ല തുണിയായിരിക്കും, നല്ല വാച്ചായിരിക്കും, വന്നത് നല്ല വണ്ടിയിലായിരിക്കും, താമസിക്കുന്ന നല്ല വീട്ടിലായിരിക്കും. പക്ഷെ തൊള്ള തുറന്നാൽ സാധാരണ മലപ്പുറം ഭാഷ പറഞ്ഞാൽ ഒരു 5 കായ്ക്ക് പറ്റില്ല. നല്ല വർത്താനം പറയാൻ കഴിയില്ല. ചില സാഹസിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു വെറുപ്പാണ്. തൊള്ള കണ്ട് തുറന്നാൽ പിന്നെ അസഭ്യം തന്നെ. മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ചില വാക്കുകളുണ്ടല്ലോ, അത് പറയാൻ കഴിയില്ല. എന്തുണ്ടായിട്ട് എന്താ, നാവ് അടക്കായവനൊക്കെ കഴിയില്ലേ? കാല് വടക്കായ കുഴപ്പമില്ല, കാൽമന്നായിട്ട് ചൊറിയുണ്ട് എന്ന് കൂട്ടുക, എന്നാലും ആൾക്കാർക്ക് വെറുപ്പുണ്ടാവില്ല. പക്ഷെ നാവ് അടക്കായാൽ ആളുകൾക്ക് വെറുപ്പായിരിക്കും. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്ത് വരുന്നതൊക്കെ ദുർഗന്ധമുള്ളതാണ്. ഏതാ സുഗന്ധമുള്ളത്? എല്ലാം ദുർഗന്ധമുള്ളതാണ്. നാവ് നിന്ന് വരുന്നതും ഉമനീരാണെങ്കിലും ഈ നാവ് മുറിച്ചിട്ട് രക്തം വരികയാണെങ്കിലും ഒക്കെ ദുർഗന്ധമല്ലേ. ശരീരത്തിൽ നിന്ന് വരുന്ന ഒന്നും സുഗന്ധമുള്ളതില്ല. പക്ഷെ ഒന്നിന് അള്ളാഹു ദുർഗന്ധാക്ക സുഗന്ധാക്ക എന്ന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് നാവുന്ന് വരുന്ന വാക്കുകൾ മാത്രമാണ്. കണ്ണിന് രാവിലെ ഉണർന്നാൽ കിട്ടുന്ന ദുർഗന്ധമുള്ളതാണ്. അതിന് നേരെ താഴെയുള്ള അവയവത്തിൽ ദുർഗന്ധമുള്ളതാണ്. നാവുന്ന് വരുന്ന ഉമിനീര് ദുർഗന്ധമുള്ളതാണ്. പിന്നെയുള്ള ഓരോ അവയവങ്ങളിൽ നിന്നും പുറത്ത് വരുന്നത് മുഴുവനും ദുർഗന്ധമുള്ളതാണ്. നാവിന്ന് ദുർഗന്ധമുള്ളതും സുഗന്ധമുള്ളതും വരുത്താൻ ഒരു വിഷയത്തിൽ മാത്രം അല്ലാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് വാമൊഴിയാണ്. വാമൊഴി നന്നാക്കണം. ആഖിറത്തിൽ നല്ല നിലവാരമുള്ളൊരു അമലാണ്. കഴിയില്ലെങ്കിലും ഉണ്ടായിരുന്ന പോരെ, എന്തിനാ വെറുതെ ശാസ്ത്രത്തിൽ സംസാരിക്കണം? ഉണ്ടാതാണ്ടിരുന്ന ആർക്കും ശല്യമില്ലല്ലോ. ഇന്ന് ആൾക്കാരോ മുണ്ടില്ല എന്നല്ലേ പറയുള്ളൂ. ആ ചെങ്ങായിന്റെ വർത്താനം കൊണ്ട് അവിടെ ഇരിപ്പിട്ടില്ല എന്ന് പറയില്ലല്ലോ. ചില ആളുകൾ അങ്ങനെയാണ്, വെറുതെ ദുർഗന്ധമുള്ള വർത്താനം പറഞ്ഞുകൊണ്ട്. ആൾക്കാരുടെ ഇടയിൽ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാവില്ല. ആൾക്കാരുടെ ഇടയിൽ ഒരു പരിഹാസ്യ പാത്രമായിട്ട് മാറും. തൊള്ള തുറന്ന നായിന്റെ മോനെ, കുരങ്ങെ, അങ്ങനെ വിളിക്കാൻ അസഭ്യം. തമാശ പറയുന്ന പോലും അസഭ്യം. ചില ആൾക്കാർ അങ്ങനെയാണ്. നാളൊരു വാപ്പ മോനെ വിളിക്കണേ ഞാൻ കേട്ടു. എൻ്റെ മോനല്ല, നായന്റെ മോനെ. അതിന്റെ മാനെന്താ? അല്ല, അതിന്റെ മാനെന്താ? ഇരിക്കണോന്. കാരണം ഇയാളെ മോനല്ലപ്പത്. ഞാൻ നായ എന്നല്ലപ്പ പറയണത്. അതാണ്ട് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സഭയിൽ വന്നിരിക്കരുത്. ഇനി അഥവാ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടാതിരിക്കണം. പണ്ടൊരു ഉമ്മാമാനെ ഡോക്ടറെ അടുത്തുണ്ടായപ്പോൾ അയാൾ പനി വിശ്വസിക്കാൻ വേണ്ടി തൊള്ളയിൽ ആ സാധനം വെച്ച് പിന്നെ എടുക്കണില്ല. കുറെ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ചോദിച്ചാലോ, സാറേ പനിന്റെ ഡിഗ്രി ഒക്കെ മനസ്സിലാക്കണം, ആ തൊള്ളയിൽ നിന്ന് എടുത്തുവിട്ടെ. അത് വേണ്ട, അവിടെ വെച്ചോട്ടെ, കണ്ട് തൊള്ള തുറന്നാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. തൊള്ള കണ്ട് തന്ന ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ ആവരുത് നമ്മള്. നാവുകൊണ്ടുള്ള വാക്കിന്റെ ഉപദ്രവം ഉണ്ടല്ലോ, അത് വാളുകൊണ്ട് വെട്ടുന്നതിനേക്കാൾ ഒരർത്ഥത്തിൽ ഗൗരവമാണെന്നാണ്. ഒരാളിരുന്ന് ഒരു വെട്ട് കിട്ടി, ഉണങ്ങിയ കഴിഞ്ഞില്ലേ, അതിന് അബദ്ധത്തിൽ സംഭവിച്ചാണെങ്കിൽ ദേഷ്യം ഉണ്ടാവില്ല. നാവെന്ന് വന്നത് അബദ്ധത്തിൽ വന്ന വാക്കാണെന്ന് പറഞ്ഞാലും എതിരെ ഉപയോഗിച്ചതിന് നേരെ രൂക്ഷമായ ഭാഷയാണ് ഉപയോഗിച്ചെങ്കിൽ അയാളെ മനസ്സിൽ എന്നുണ്ടാവും. എന്നാലും ആ ഒരു എന്നാലിന്റെ അവിടെ എന്നോ ഉണ്ടാവും. പൊരുത്തപ്പെടിച്ചൊക്കെ കഴിഞ്ഞ് എന്നാലും അത് പറഞ്ഞില്ലേ, അതവിടെ ഉണ്ടാവും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർക്ക് നാവിന് ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞില്ല. നാവിന്റെ സൃഷ്ടിപ്പ് നിങ്ങൾ നോക്കി വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച്
ഉപയോഗിക്കേണ്ടതാണ് എന്നതിലേക്ക് സൃഷ്ടിപ്പ് തന്നെ പറയണ്ടല്ലോ. കൈ പുറത്തേക്ക് കാലിയാണ്, ഒരു പ്രശ്നമില്ല, കാലും കാലിയാണ്. കണ്ണ് എപ്പോഴും തുറക്കുക. നാവ് അങ്ങനെയല്ലല്ലോ. നാവിൻ്റെ അപ്പുറത്ത് പല്ല്, പല്ലിൻ്റെ അപ്പുറത്ത് ചുണ്ട്, ചുണ്ടിൻ്റെ അപ്പുറത്ത് മീശയും താടിയും, കാട്ടിൻ്റെ ഉള്ളില്, വെയിലിൻ്റെ ഉള്ളില്, ഷട്ടറിൻ്റെ അപ്പുറത്ത് അണ്ണാക്കൊക്കെ പിടിച്ച് ചങ്ങലോണ്ട് കെട്ടിട്ടതാണ് സാധനം. എന്നിട്ട് അള്ളാഹ് ആ സൃഷ്ടിപ്പിൽ തന്നെ പറയേണ്ടത് വേപ്പ് നായാണ്. അത്യാവശ്യത്തിനല്ലാതെ പുറത്തിടാൻ പാടില്ല എന്ന് ഈ സൃഷ്ടിപ്പ് തന്നെ പറയേണ്ടതെന്ന്. അത്യാവശ്യത്തിനില്ലാതെ പുറത്തിടാൻ പാടില്ല. നമുക്ക് ഒരു അഡ്രസ് എന്ന് പറഞ്ഞില്ല. അങ്ങാടിയിലാണ്ട് പോയിരിക്കാണ്, ബെഞ്ചമ്മ കുത്തിർന്നിട്ട് അങ്ങനെ പറയും. അപ്പൊ മുമ്പ് കൂടി കണ്ട ഞാൻ ആ വാക്കുകളൊന്നും ഉപയോഗിക്കണില്ല, കള്ളനായാണ്. ഒരു ഹിക്കായത്ത് ചെയ്താണ് ഞാൻ. എത്ര നിസ്കാരത്താകുമ്പോഴുള്ള മനുഷ്യന്മാരങ്ങനൊക്കെ പറയണ. ഈ ഒരു വാക്കുകൊണ്ട് എത്ര കൊല്ലത്തെ ആമ്പലുകളാണ് പൊളിഞ്ഞു പോകുന്നത്. അവിടെ പോയ ഒന്നും ഉണ്ടാവില്ല, പൊളിഞ്ഞു പോയിട്ടുണ്ടാവും ചീഞ്ഞ വാക്ക് ഉപയോഗിച്ചാൽ. മാത്രല്ല നാവുകൊണ്ടല്ലേ ലാസ്റ്റ് ലായിലല്ലേ, അതിനും കഴിയില്ല. എന്നോട് ഗൾഫിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അയാളൊരു അയൽവാസി മരിക്കാൻ എത്ര ദിക്കറിൽ കൊടുത്തിട്ടും നായിന്റെ മോനെ എന്നാ പറയണത്. കാരണം ഇയാളത് കൂടുതൽ ഉപയോഗിച്ചിരുന്ന ആളാണ്. നാവിലൂടെ എന്താണോ കൂടുതൽ വരിക അതാണ് ലാസ്റ്റ് സമയത്തും വരിക. നമ്മളെ നാവിലൂടെ കൂടുതൽ എന്താ വന്നിരുന്നത് അതിനെ ലാസ്റ്റ് സമയത്തും വരിക. വഖൂലു ലിന്നാസി ഹുസ്ന, നല്ലത് പറയാൻ പഠിക്കുക. തെറ്റ് തിരുത്തുകയാണെങ്കിലും അതും നല്ല രൂപത്തിലാവുക. ഇതിന്റെ വിശദീകരണത്തിൽ ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരുത്താൻ ഈ വാക്കേ പറ്റൂ എങ്കിൽ അവിടെ ക്ഷോഭത്തിൽ പറയുന്നത് തെറ്റില്ല എന്നൊക്കെ, അതിനൊക്കെ ഹദീസിലും തെളിവുണ്ട്. പക്ഷെ അത് ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി നടക്കരുത്. മൂസാ നബിനോട് ഫിർഔന്റെ അടുത്തേക്ക് തിരുത്താൻ പോകാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? വഖൂലാലഹു ഖൗലൻ ലയ്യിനാന്ന് പറഞ്ഞു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, എന്നാലും ഒരു കാരണം അതിനില്ല, മയത്ത് പറഞ്ഞോളിന്നാൽ. ഒന്ന് പഴയ കാലത്ത് മൂസാ നബി ഫിർഔന്റെ ചോറ് കഴിച്ചിട്ടാണ് വളർന്നത്. അവർ കൂറും കൂടി ആണല്ലോ, ചോറിന്റെ കൂറും കൂടി ഉണ്ടല്ലോ. അല്ലാതെ എല്ലാ ധിക്കാരിന്റെ മുമ്പിലും മുട്ടുമടക്കുന്നതിന് അർത്ഥമില്ല. ചില ധിക്കാരികളുടെ മുമ്പിൽ പറയേണ്ട ഡീസന്റുള്ള വർത്താനം പറഞ്ഞു വെക്കേണ്ടി വരും. ഇതല്ല, പഴയ കാലത്തെ ആ ചോറിന്റെ കൂറും കൂടി വേണം, മയത്ത് പറഞ്ഞോളി. പൊതുവെ പ്രശംസനീയമായ വാക്കുകൾ പറയാന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. അത് അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സിദ്ധിയാണ്. അത് ഉള്ളവര് മരിച്ചാണ്ട് കൊടുത്താൽ മതി, നേരെ സ്വർഗത്ത് പോകും. നാവ് വളഞ്ഞാൽ കെലിമ വരാൻ വലിയ പ്രയാസമാണ്. കാരണം നാവ് കൊണ്ട് പറഞ്ഞ് പരിചയിച്ചത് അപ്പം വരുള്ളൂ. അപ്പൊ എന്താണ് നാവിൽ കൂടുതൽ വന്നത്? അതേ ലാസ്റ്റ് വരുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വഖൂലു ലിന്നാസി ഹുസ്ന, നല്ലത് മാത്രം പറയുക. ഒരു സാഹസിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കും, മുസ്തഫ നബിയും തൊട്ടടുത്തുണ്ട്. ഒരു ശത്രു വന്നിട്ട് സിദ്ദീഖിനവരോട് തട്ടിക്കയറിയിട്ട് അസഭ്യം പറയാം. സിദ്ദീഖിനവരൊന്നും ഉണ്ടില്ല. രണ്ടാമത് ആള് പറഞ്ഞു ഉണ്ടില്ല. പറച്ചിൽ ആവർത്തിച്ചപ്പോ സിദ്ദീഖ് എന്നവർ അതേ നാണയത്തിലല്ലെങ്കിലും ഇത്തിരി രൂക്ഷമായിട്ട് തിരിച്ചു പറഞ്ഞു. അപ്പോ സദസ്സിൽ നിന്ന് എണീറ്റ് പോയി മുഹമ്മദ് മുസ്തഫ. സിദ്ദീഖിനവർക്ക് ബേജാറായി. റസൂൽ എണീറ്റ് പോയപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി നിങ്ങള് എന്ത് എണീറ്റ് പോയോ? അതിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ ആ ശല്യം തീർക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന്. സംഗതി ശരിയാണ്, ഞാൻ നിങ്ങളാ ചെയ്തേക്ക് അടുത്ത തെറ്റാണെന്നും പറയില്ല. പക്ഷേ നിങ്ങൾ മൗനിയായി അതൊക്കെ കേട്ട് ക്ഷമിച്ചിരിക്കുന്ന സമയത്ത് ആ സാസിൽ മൊത്തം റഹ്മത്തിന്റെ മലക്കുകളായിരുന്നു. നിങ്ങൾ തൊള്ള തുറന്നിട്ട് മറുപടി തുടങ്ങിയപ്പോ റഹ്മത്തിന്റെ മലക്കുകൾ സാസിന്ന് പോയപ്പോ ഞാനും പോയതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ചീഞ്ഞ വാക്കുകൾ പറയുന്നവരടുത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവില്ല, ഉറപ്പാണ്. ചീഞ്ഞ വാക്കുകൾ പറയുന്ന ആളുകളുടെ അടുത്ത് റഹ്മത്തിന് മലക്കുകൾ ഉണ്ടാവില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ തോന്നുന്നു, അങ്ങോട്ട് ചിന്തിച്ചു നോക്കി. ഒരു വിഭാഗമൊന്നുമല്ല, ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തുമ്പോ കണ്ടു പറയില്ല. മുസ്ലിമീങ്ങളിൽ എല്ലാവരും ഈ കാര്യത്തിൽ കണക്കന്നെ. ചീഞ്ഞു നാർന്ന വർത്താനം അങ്ങനെ പറയാം. ഒരു മനുഷ്യനെ നമ്മൾ തിരുത്തുകയാണെങ്കിലും എതിർക്കുകയാണെങ്കിലും പ്രതിപക്ഷ ബഹുമാനല്ലേ ആവില്ല. നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ ചവിട്ടി അങ്ങോട്ട് താഴ്ത്തന്നെ. അതിന് ഏതൊക്കെ മാർക്കറ്റ് ആരൊക്കെ ഉപയോഗിക്കണം, എന്തൊക്കെ നീച്ച ഭാഷ ഉണ്ട്, അത് മുഴുവൻ ഇറക്കുമതി ചെയ്യാം. അങ്ങനെ വരുമാനം ഉണ്ടാക്കുക, എന്നിട്ട് കുട്ടികളെ പോറ്റുക. ഇതല്ലേ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ തുറന്നു നോക്കുകയാണെങ്കിൽ ആരാ നല്ല ഡീസൻ്റുള്ള വർത്താനം പറയാൻ വളരെ കുറഞ്ഞ ആളുകളുള്ളൂ.
എല്ലാവരും കണക്കാണ് ആ വിഷയത്തിൽ. ഇത് വളരെ പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഖൂലൂ ലിന്നാസി ഹുസ്നാ, ജനങ്ങളോട് നല്ലത് പറയുക. അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ ആ ഹുസ്നൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശ്യം അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ ആണ് എന്നുണ്ട്. അവ ചീത്ത കാര്യങ്ങൾ കണ്ടാൽ അത് തിരുത്തുക, നല്ലതിലേക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇത് ഇടക്ക് മുറിഞ്ഞുപോയി. വീട്ടിൽ കാണുന്നില്ല, മാലിൽ കാണുന്നില്ല, കുടുംബത്തിൽ കാണുന്നില്ല, കല്യാണ മണ്ഡപത്തിലില്ല. എന്താച്ചാ ആയിക്കോട്ടെ, ഞമ്മക്ക് ചോറ് കിട്ടണം എന്നായി. അതന്നെ, എന്ത് നടന്നാലും വേണ്ടില്ല. യാ റബ്ബ്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താ അറിയോ? യൂസ നബി എന്നുള്ള ഒരു നബി ഉണ്ടായിരുന്നു അലൈഹിസ്സലാം. അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൂസ എന്ന് രാത്രി നിങ്ങൾ നാട്ടിൽ നിന്ന് മുങ്ങിക്കോളി, 1,00,000 ആളുകളെ നമ്മൾ ഭൂമി കുലുക്കത്ത് ചാമ്പാൻ പോകുന്നുണ്ട്. ഭൂമി കുലുങ്ങാണ് 1,00,000 ആൾക്കാരെ അടിച്ചു പോകുന്നത്. അതിൽ നിങ്ങൾ മെല്ലെ വിട്ടോളിన్నారు. അള്ളാഹു പറഞ്ഞു, അതില് 60,000 ആളുകൾ തമ്മാടികളാണ്, 40,000 നല്ല സ്വാലിഹ്യങ്ങളുമാണ് ഈസാ നബിനോട്. അപ്പൊ യൂസ നബി ചോദിച്ചു, 60,000 ചീഞ്ഞ ആളുകളെ നീ ഭൂമി കുലത്തിൽ നശിപ്പിക്കുന്നുള്ളത് ഓക്കെ, പക്ഷെ 40,000 നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ എന്തിനായി നശിപ്പിക്കണോ ചോദിച്ചു. അള്ളാഹുവിനോട് എന്താ, ഈ 60,000 തമ്മാടിത്തരം ചെയ്യുമ്പോ ഈ 40,000 തിരുത്തി കൊടുത്തില്ല. ഭയങ്കര വിഷയമാണ്. അല്ലെ പിന്നെ ഓന്റെ മാതിരിയാണ്, അങ്ങനെ ഇരുന്ന് ഉറങ്ങണം. ആ ചോപ്പ് ഒപ്പിയിട്ട് ശല്യൊന്നും ആയിട്ടില്ലല്ലോ, വർത്താനം വർക്കിന് തടസ്സമായിട്ടില്ലല്ലോ. 40,000 തിരുത്തി കൊടുത്തില്ല. ഭയങ്കര വിഷയല്ലേ. നാവ് അള്ളാഹ് തന്നത് അംറും ബിൽ മഅറൂഫിനും നഹ്യുൻ അനിൽ മുൻകറിനും ദഅവത്തിനുമാണ്, ദിക്റല്ലാനാണ്. അതല്ലാത്ത നാവുകൊണ്ട് ഉപയോഗിച്ചാൽ അതുകൊണ്ടുള്ള പ്രത്യാഘാതം ലാസ്റ്റ് സമയത്ത് ദിക്ർ വരൂല എന്നുള്ളതാണ്. ആക്കബത്ത് ചീഞ്ഞങ്ങട്ട് പോകും. കഴിഞ്ഞില്ലേ, കഥ കഴിഞ്ഞില്ലേ, ജീവിതത്തിന്റെ അർത്ഥം കഴിഞ്ഞില്ലേ, ഇനി അപകടത്തേക്കല്ലേ പോണേ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു വാക്ക്, ഖുർആന്റെ ഒരു കൽപ്പന എല്ലാവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. വഖൂലൂ ലിന്നാസി ഹുസ്നാ, ജനങ്ങളോട് നല്ലത് മാത്രം പറയുക. ഇവിടെ ചില മഹാന്മാർ പറയുന്നുണ്ട്, അഥവാ നല്ലത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകാണ്ടിരുന്നാൽ മതി. കാരണം സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണ്ണാണെന്നാണ്. ഉണ്ടാകാണ്ടിരുന്നാൽ മതി. ഈ ചീഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് ബർക്കത്തുണ്ടാവില്ല. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല, ഒന്നിനൊരു ബർക്കത്തുണ്ടാവില്ല. കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവില്ല, കിട്ടുന്ന പൈസയിൽ ബർക്കത്തുണ്ടാവില്ല, ആരോഗ്യത്തിൽ ബർക്കത്തുണ്ടാവില്ല, ജനങ്ങളുടെ ഇടയിൽ സ്നേഹം ഉണ്ടാവില്ല. ആണ് വഖൂലൂ ലിന്നാസ് എന്ന് പറഞ്ഞത്. ജനങ്ങളുടെ ഇടയിൽ സ്നേഹം ഉണ്ടാവില്ല. എന്നാൽ വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് ഖൈറു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നാവുകൊണ്ട് ഇങ്ങനെ അധികരിപ്പിക്കുക. അപ്പം മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. اللهم ارزقنا من وصل الآن في الحرمين ومن يريد منا من سافر منا حجا مبرورا وعمرة مقبولة وزيارة مرضية. واغفر لنا ولهم واغفر لوالدينا ولمشايخنا ولآبائنا ولمن دفنوا حول هذا المسجد ولمن دفنوا في هذه البلدة ولجميع المؤمنين والمؤمنات. وبارك لنا في البر والبحر وسلمنا من جميع البلاء والأعداء. واختم كلامنا بكلمة التوحيد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى سلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.